പ്രിയമുള്ളവരെ, വചനജ്വാല 1778 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 14 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നബൂഖദ്നേസറിന്റെ സ്വപ്നം. നബൂഖദ്നേസറിന്റെ 2-ാം ഭരണവർഷം രാജാവിന് ചില സ്വപ്നങ്ങൾ ഉണ്ടായി. തന്മൂലം അവന്റെ മനസ്സ് കലങ്ങി, ഉറക്കം നഷ്ടപ്പെട്ടു. സ്വപ്നം വ്യാഖ്യാനിക്കാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രപ്രയോഗക്കാരെയും കൽദാരെയും വരുത്താൻ രാജാവ് കൽപ്പിച്ചു. അവരെല്ലാവരും രാജസന്നിധിയിൽ വന്നു. രാജാവ് അവരോട് പറഞ്ഞു, എനിക്ക് ഒരു സ്വപ്നമുണ്ടായി. അതിന്റെ അർത്ഥം അറിയാൻ എനിക്ക് ഉത്കണ്ഠയുണ്ട്. കൽദായർ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. സ്വപ്നം എന്തെന്ന് ഈ ദാസരോട് പറഞ്ഞാലും ഞങ്ങൾ വ്യാഖ്യാനിക്കാം. രാജാവ് കൽദായരോട് പറഞ്ഞു, എന്റെ വാക്കിന് മാറ്റമില്ല. സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും പറയുന്നില്ലെങ്കിൽ നിങ്ങളെ കഷണം കഷണമായി അരിയുകയും നിങ്ങളുടെ ഭവനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും നൽകിയാൽ വിശേഷ സമ്മാനങ്ങളും പ്രതിഫലവും വലിയ ബഹുമതിയും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് സ്വപ്നവും അതിന്റെ അർത്ഥവും പറയുവിൻ. അവർ വീണ്ടും പറഞ്ഞു, സ്വപ്നം എന്തെന്ന് ഈ ദാസരോട് പറയുക, നിങ്ങൾ വ്യാഖ്യാനിക്കാം. രാജാവ് പറഞ്ഞു, നിങ്ങൾ കൂടുതൽ സമയം ലഭിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാം. എന്റെ വാക്കിന് ഇളക്കമില്ലെന്ന് നിങ്ങൾക്കറിയാം. സ്വപ്നം എന്തെന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിധി ഒന്നു മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ ഈ സ്ഥിതിക്ക് മാറ്റം വരുന്നതുവരെ എന്റെ മുൻപിൽ വ്യാജവും ദുഷിച്ച വാക്കുകളും പറയുവാൻ നിങ്ങൾ ഒത്തുചേർന്നിരിക്കുകയാണ്. സ്വപ്നം എന്തെന്ന് പറയുക, അപ്പോൾ അത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് എനിക്കറിയാം. കൽദായർ രാജാവിനോട് പറഞ്ഞു, രാജഹിതം നിറവേറ്റാൻ കഴിയുന്ന ഒരുവനും ഭൂമുഖത്തില്ല. ശ്രേഷ്ഠനും ശക്തനുമായ ഒരു രാജാവും ഇത്തരം ഒരു കാര്യം ഒരു മാന്ത്രികനോടോ ആഭിചാരകനോടോ കൽദായനോടോ ആവശ്യപ്പെട്ടിട്ടില്ല. രാജാവ് ആവശ്യപ്പെടുന്ന കാര്യം ദുഷ്കരമാണ്. അത് വ്യക്തമാക്കി തരാൻ ദേവന്മാർക്കല്ലാതെ ആർക്കും സാധിക്കുകയില്ല. അവരാകട്ടെ മനുഷ്യരുടെ ഇടയിൽ ഇല്ലതാനും. ഇത് കേട്ട് രാജാവ് അത്യന്തം കോപാക്രാന്തനായി ബാബിലോണിലെ ജ്ഞാനികളെല്ലാം നശിപ്പിക്കാൻ കൽപ്പിച്ചു. ജ്ഞാനികളെയെല്ലാം വധിക്കണമെന്ന കൽപ്പന പുറപ്പെട്ടു. അതിനാൽ ദാനിയേലിനെയും കൂട്ടുകാരെയും കൊല്ലേണ്ടതിനെ അവർ അന്വേഷിച്ചു. ബാബിലോണിലെ ജ്ഞാനികളെയെല്ലാം വധിക്കാൻ പുറപ്പെട്ട രാജസേനാനിയായ അരിയോക്കിനോട് ദാനിയേൽ ബുദ്ധിപൂർവമായും വിവേകത്തോടുകൂടെയും ചോദിച്ചു, എന്തുകൊണ്ടാണ് രാജകൽപ്പന ഇത്ര ക്രൂരമായിരിക്കുന്നത്? അരിയോക്ക് ദാനിയേലിനെ കാര്യം ധരിപ്പിച്ചു. ദാനിയേൽ രാജസന്നിധിയിലെത്തി സ്വപ്നം വ്യാഖ്യാനിക്കാൻ തനിക്ക് സമയം അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ലെലീസിലെ വിശുദ്ധ കമില്ലാസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ഇറ്റലിയിലെ അബ്രൂസിയിൽ 60 വയസ്സുള്ള അമ്മ യേശു ജനിച്ച പോലെ
തൊഴുത്തിലെ വൈക്കോലിലാണ് മകന് ജന്മം നൽകിയത്. പടയാളിയായ പിതാവിന് കുറെ പണമുണ്ടായിട്ടും പിതൃസ്വത്തായി ഒരു വാള് മാത്രമാണ് ലഭിച്ചത്. വാള് കയ്യിലെടുക്കാറായപ്പോൾ മുതൽ കമില്ലാസ് പടവെട്ടാൻ തുടങ്ങി. ഒരു യുദ്ധത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവുമായി സ്വഭവനത്തിലേക്ക് മടങ്ങി. അഗതിയായ കമില്ലസ് ചികിത്സിയാൻ പണമില്ലാതെ ആശുപത്രിയിൽ ശിപായിപ്പണി ചെയ്ത് ചികിത്സ നടത്തിയിരുന്നു. ചീട്ടുപെട്ടി തലയിണയ്ക്കിടയിൽ വെച്ചാണ് ജോലി ചെയ്തിരുന്നത്. കളിക്കാൻ ഭയങ്കര ഭ്രമമായതിനാൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. വീണ്ടും സൈന്യത്തിൽ ചേർന്നു. അതികഠിനമായിരുന്നു ജീവിതം. അവസാനം അവിടെ നിന്നും തിരിച്ചുവിട്ടു. തന്റെ സമ്പാദ്യം മുഴുവൻ ചൂതു കളിച്ചു. ഒരു കപ്യൂച്ചിൻ വൈദികൻ ഇദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി. 2 പ്രാവശ്യം നൊവീഷീറ്റിൽ ചേർന്നെങ്കിലും കാലിലെ വ്രണം മൂലം 2 പ്രാവശ്യവും പുറത്തേക്ക് പോരേണ്ടി വന്നു. 1582 കമില്ലസും ഏതാനും പേരും ചേർന്ന് മാറാരോഗികൾക്ക് വേണ്ടി ചികിത്സ ആരംഭിച്ചു. എല്ലാവരും തോളിൽ ഒരു ചുവന്ന കുരിശ് അണിഞ്ഞിരുന്നു. അതാണ് റെഡ് ക്രോസ് സംഘടനയുടെ ഉത്ഭവം. ഒരു വൈദികനായാൽ തന്റെ ജോലി ഒന്നുകൂടി വിജയിക്കുമെന്ന് കരുതി വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഉപദേശപ്രകാരം 34-ാം വയസ്സിൽ വൈദികനായി. നഴ്സിംഗ് ബ്രദേഴ്സിന്റെ ഒരു സഭ തന്നെ സ്ഥാപിച്ചു. വീടുകളിലും യുദ്ധരംഗത്തും ക്രിസ്തുവിനെ പ്രതി ശുശ്രൂഷ ചെയ്തു. മരണം വരെ കാലിലെ വ്രണം ഉണങ്ങിയില്ല. വിശുദ്ധ കമില്ലസിനെ അനുസ്മരിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ റെഡ് ക്രോസ് സംഘടനയുടെ സ്ഥാപകനായ വിശുദ്ധ കമില്ലസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ഇന്നത്തെ ഈ നല്ല ദിവസം, ചൊവ്വാഴ്ച ദിവസം, ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.